NRS പോളിസി എടുക്കേണ്ട കാര്യമുണ്ടോ? എൻ ആർ ഐസ് മനുഷ്യരല്ലേ. എൻ ആർ ഐസ് ഡെഫിനറ്റ്ലി പോളിസി എടുക്കേണ്ടവർ തന്നെയാണ്. പക്ഷേ എൻ ആർ ഐസിൻ്റെ ഒരു പ്രശ്നം, ഇപ്പോൾ വെളിരാജ്യത്ത് താമസിക്കുന്നവർക്ക് അവിടെ ഇൻഷുറൻസ് കവേർഡാണ്. അപ്പോൾ അവർക്ക് അവിടെ കവർ ചെയ്യുന്നതുകൊണ്ട് നാട്ടിലൊരു കവറേജിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് അവരുടെ ഒരു ധാരണ. പക്ഷേ ഇന്നത്തെ അവസ്ഥ നോക്കിയാൽ എനിക്ക് ഏറ്റവും കൂടുതൽ കോൾസ് വരുന്ന എൻ ആർ ഐസ് എന്നാണ്. കാരണം അവർ ചോദിക്കുന്ന ചോദ്യം ഇതിനാണ്: എൻ്റെ അപ്പനും അമ്മയ്ക്ക് ഒരു ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം, എത്ര രൂപ വേണമെങ്കിലും പ്രീമിയം അടയ്ക്കാൻ റെഡിയാണ്, പക്ഷേ ഒരു ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാമോ? കാരണം അവർ പറയുന്നത് 2-3 ലക്ഷം രൂപ ശമ്പളമുണ്ട്, പക്ഷേ ഈ ശമ്പളം പോലും മതിയാവുന്നില്ല അങ്ങോട്ട് അയക്കാൻ. കാര്യം അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ അപ്പനോ അമ്മയ്ക്കോ ഒക്കെ അസുഖങ്ങളായി തുടങ്ങി ഒരുപാട് പൈസയാണ് ഹോസ്പിറ്റലിൽ ചിലവാക്കുന്നത്. അവർക്ക് എങ്ങനെയും ഒരു ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാമെന്ന് ചോദിക്കും. പക്ഷേ ഒരു കാരണവശാലും നമുക്ക് എടുത്ത് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥകളാണ് പലതും. കാരണം അവർക്ക് ഈ പറഞ്ഞ പോലെ ക്രിട്ടിക്കൽ ഇൽനെസ് ആയി ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് ആയിരിക്കാം, അങ്ങനെ ഹാർട്ടിൻ്റെ പ്രശ്നമുള്ള പേഷ്യൻസ്, അവർക്ക് ഒരു കാരണവശാലും ഇൻഷുറൻസ് കൊടുക്കില്ല. അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവർ ഈ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള കാശ് അവിടെ നിന്ന് അയച്ചു കൊടുക്കുകയാണ്. ഇനി അവരുടെ കാര്യം വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന അവർക്ക് അവിടെ ഇൻഷുറൻസ് ഉണ്ട്, അതുകൊണ്ട് ഒരു കാരണവശാലും എനിക്ക് നാട്ടിൽ ഇൻഷുറൻസ് വേണ്ട. പക്ഷേ അവിടെ തന്നെ സിറ്റിസണായിട്ട് സെറ്റിലാവുന്നവരാണെങ്കിൽ ഞാനത് അംഗീകരിക്കാം. പക്ഷേ ഏതെങ്കിലും കാലത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ താമസിക്കുന്നവർ സെറ്റിലാവേണ്ട സമയത്താണെങ്കിൽ അവർക്ക് ഇൻഷുറൻസ് വേണ്ടേ? അപ്പോൾ അവർ പറഞ്ഞു ഞാനൊരു 60 വയസ്സ് കഴിയുമ്പോഴത്തേനും അവിടെ നിന്ന് പോരും, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് എടുക്കാം. വന്നു കഴിഞ്ഞ് എടുത്താൽ മതി, പക്ഷേ വരുന്ന സമയത്ത് അസുഖങ്ങളൊന്നും ഇല്ലാതെയാണോ വരുന്നതെന്നുള്ളത് അവർ ഉറപ്പ് വരുത്തണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു അസുഖമായിട്ടാണ് ഇവിടെ വരുന്നെങ്കിൽ ഒരു കാരണവശാലും കിട്ടുകയില്ല. അപ്പോൾ ഈ എൻ ആർ ഐ ജീവിതത്തിൽ, പ്രവാസി ജീവിതത്തിൽ ഉണ്ടാക്കിയ കാശുകൾ മുഴുവൻ കൊണ്ട് ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കേണ്ട എത്രയോ പേരുടെ അനുഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ടെന്നറിയോ. അപ്പോൾ അവരവിടെ നിൽക്കുന്ന അവർ പറയുന്നത് ഞങ്ങളിവിടെ വരുമ്പോൾ എടുക്കാം, ഞങ്ങൾ വരുമ്പോൾ എടുത്തോളാം. പക്ഷേ വരുന്നത് തന്നെ അസുഖമായിട്ടാണ് വരുന്നത്. അപ്പോൾ അവരുണ്ടാക്കിയ കാശുകൾ മുഴുവൻ FD ഇട്ടേക്കുന്ന കാശ് മുഴുവൻ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊടുക്കുകയാണ്. ഇതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ ആർ ഐസ് നല്ല എല്ലാവർക്കും നിർബന്ധമായിട്ട് ഇൻഷുറൻസ് എടുക്കണം. എൻ ആർ എസ് എസ്പെഷ്യലി ഞാൻ പറയാൻ കാരണം ഈ പറഞ്ഞ 2 കണ്ടീഷനാണ്. ഒന്ന്, ഈ പറഞ്ഞ അവർക്ക് അവിടെ ഇൻഷുറൻസ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നവരുണ്ട്. അത് ഒരു കാരണവശാലും അത് ശരിയായ നടപടിയല്ല, ശരിയായ തീരുമാനങ്ങളല്ല. നിങ്ങൾക്ക് അവിടെ ഉണ്ടെങ്കിലും ഇവിടെ ഒരു ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നതിന് യാതൊരു, പക്ഷേ അവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഈ വണ്ടിയുടെ ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നുണ്ട്. അവർ വീട്ടിൽ കിടക്കുന്ന കാർ പോർച്ചിൽ കിടക്കുന്ന വണ്ടിക്ക് അവർ ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നുണ്ട് എല്ലാ വർഷവും. അവിടെയും വണ്ടിയുണ്ട്, അതിനെടുക്കുന്നുണ്ട്. ഇവിടെ വീട്ടിൽ കിടക്കുന്ന വെറും കാർ പോർച്ചിൽ കിടക്കുന്ന വണ്ടിക്ക് ഒരു ഇൻഷുറൻസ് എടുക്കാൻ സ്വന്തമായിട്ട് എടുത്ത് വെക്കാറില്ല. പക്ഷേ മാതാപിതാക്കൾക്ക് എടുത്ത് വെക്കണം, സ്വന്തമായിട്ടും എടുത്ത് വെക്കണം. നാളെ എന്താ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഇത് ഞാനൊരു പേടിപ്പീരായിട്ട് പറയുന്നതല്ല, അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഞാൻ പറയുകയാണ്. നിർബന്ധമായിട്ടും എൻ ആർ ഐസ് എടുക്കണം. ഇപ്പോൾ ചില രാജ്യങ്ങളിൽ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്ന അടുത്ത വർഷത്തേക്കാണ്, ഒരു സർജറിക്കുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്ന അടുത്ത വർഷത്തേക്കാണ്. നമ്മുടെ കേരളത്തിലെ പോലെ ഇന്ത്യയിലെ പോലെ അല്ല അവിടുത്തെ കൾച്ചർ. അപ്പം പെട്ടെന്നൊരു സീരിയസ് ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ അവിടെ ചെയ്യുമായിരിക്കാം, പക്ഷേ അവിടെ സ്ലോട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നാട്ടിൽ വന്ന് ചെയ്തിട്ട് പോകുന്ന പലരും ഉണ്ട്. നാട്ടിൽ വന്ന് ചെയ്ത് ഓപ്പറേഷൻ കഴിഞ്ഞ് പോകുന്നവരുണ്ട്. അവർ നാട്ടിലൊരു ഇൻഷുറൻസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും